പക്ഷേ അതൊരു നല്ല പ്ലേ ആയിട്ട് രേണുസുതി ഉപയോഗിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇത്തവണ ബിഗ് ബോസ് വന്ന് കയറിയ ഉടനെ എല്ലാവരെയും അറഞ്ചം പുറഞ്ചം പണി കൊടുക്കുകയാണ്. സെപ്റ്റ് ടാങ്ക് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കരുതായിരുന്നു. പണികൾ അടിപൊളിയാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലൈവ് കാണുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഷാനവാസിന്റെ കയ്യിൽ നിന്ന് വീണ്ടും പണി കിട്ടി, ആ പറയുന്ന ഗോൾഡ് നഷ്ടപ്പെട്ടു പോയി. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 4 ഡേ 3 ആണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇതുകൂടെ പറഞ്ഞു വേണം തുടങ്ങണം എന്ന് ഞാൻ കരുതി. 7ന്റെ പണി 100% ഏറ്റിട്ടുണ്ട്. ഒരുപാട് പേരുടെ കമൻറ്റ്സ് ഞാൻ കണ്ടിരുന്നു. ഈവൻ ഒരു കമൻറ്റ് എനിക്കും വന്നിട്ടുണ്ടായിരുന്നു, സീസൺ അത്ര ഓക്കെ അല്ല, മത്സരാർത്ഥികളൊന്നും ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നില്ല. പിന്നെ ബിഗ് ബോസ് ചെയ്യുന്നത് ഒരു ക്രൂരതയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7ന്റെ പണി ഇത് തന്നെയാണ്. ടാസ്ക് അത്ര ബോറാണ് എന്നെനിക്ക് തോന്നിയില്ല. എസ്പെഷ്യലി ഇന്നത്തെ ടാസ്കിൽ എത്ര നേരമാണ് ഇന്ന് ആര്യൻ, ശരിക്കും പറഞ്ഞാൽ ആര്യൻ ഇത് വേണം, എന്നാലേ ആര്യൻ നന്നായിട്ട് പ്ലേ ചെയ്യൂ, ആര്യൻ അവസാനം വരെ നിൽക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. കാരണം എന്ന് വെച്ചാൽ ഒരു നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്. ഫസ്റ്റ് ആദ്യം എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ ഒരു ലോഞ്ച് എപ്പിസോഡിൽ തന്നെ നന്നായിട്ട് പ്ലേ ചെയ്ത് വന്ന ആളാണ്. ആ ഒരു ടീം സ്പിരിറ്റ്, ആ ഒരു ഗെയിം സ്പിരിറ്റ് ആര്യന് ഇപ്പം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും കയറി വരുന്നുണ്ട്. പിന്നെ ഷാനവാസ് നല്ല സീരിയസ് ആയിട്ടുണ്ട്. അതാണ് എനിക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റിയ മറ്റൊരു കാര്യം. ഷാനവാസ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി ഒറ്റയ്ക്ക് തന്നെ തുഴഞ്ഞ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അക്ബറിൻ്റെ കേസിൽ അക്ബർ നന്നായിട്ട് ഗെയിം കളിച്ചു. പിന്നെ രേണുവുമായിട്ടുള്ള ബന്ധപ്പെട്ടതിനകത്ത് അക്ബറിനെ ഞാൻ ന്യായീകരിക്കുന്നുമില്ല, എന്നാൽ അക്ബർ അവിടെ ആ പേര് വിളിക്കരുതായിരുന്നു. സെപ്റ്റ് ടാങ്ക് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കരുതായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ രേണുവിൻ്റെയും അക്ബറിൻ്റെയും കേസ് മാത്രമാണ് പറഞ്ഞിരുന്നത്. ലൈവിൽ ആ ഒരു അപ്ഡേഷനെ ഇന്ന് എനിക്ക് തരാൻ സമയം കിട്ടിയുള്ളൂ. പക്ഷേ രേണുവിനെ ഇതിൻ്റെ പേരിൽ വിക്ടിം കാർഡ് ഇട്ട് പുറത്താരും വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പുറത്ത് രേണുസുതി എന്താണോ അത് രേണുസുതിയുടെ ലൈഫ്. ബിഗ് ബോസിനകത്ത് രേണുസുതി 1% പോലും ഗെയിം കളിക്കുന്നില്ല. ഇപ്പം കിട്ടിയ അക്ബർ ആ ഒരു വാക്ക് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വീണ് കിട്ടിയ ഒരു ചാൻസിൽ രേണുസുതി അത് വെച്ച് ന്യൂറയെടുത്ത് സംസാരിച്ചിട്ടുള്ള ആ സീനൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ അക്ബർ ആ ഒരു വേർഡ് യൂസ് ചെയ്യണ്ടായിരുന്നു, അത് മാത്രമാണ്. അത് തെറ്റായിപ്പോയി. അത് അക്ബർ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അക്ബർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അക്ബർ അവിടെയും ഗെയിം കളിക്കുന്നുണ്ട്. അതൊക്കെ ടീം സ്പിരിറ്റാണ്, അതൊക്കെ ഗെയിം സ്പിരിറ്റാണ്. അതായത് അക്ബർ ബിഗ് ബോസിൻ്റെ അടുത്ത് വന്ന് ക്യാമറയിൽ പറയുന്നുണ്ട്, അത് ഓഡിയൻസ് കേൾക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞാൻ ആ പേര് വിളിച്ചത് ഒരുപാട് തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ്, വേണമെങ്കിൽ ഞാൻ ക്ഷമ പറയാം എന്ന് പറയുന്നത് രേണുവിനോടല്ല, അക്ബർ ഇത് പറയുന്നത് ഓഡിയൻസിനോടാണ്. സോ ഇതൊക്കെയാണ് ഇന്ന് ഏകദേശം ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. ഏറ്റവും അടിപൊളിയായിരുന്നത് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് തന്നെയാണ്. ഷാനവാസ് ചെറിയൊരു ട്രിക്ക് നടത്തിയപ്പോഴത്തേക്ക് അതൊരു ഭാഗ്യമാണ് കേട്ടോ, വീണ് കിട്ടിയ ഭാഗ്യമാണ്. അപ്പോഴത്തേക്കും ബിഗ് ബോസിന് പോലും ശരിക്കും പറഞ്ഞാൽ അടുത്തത് എന്ത് ചെയ്യണം എന്നറിയാത്തൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അത് പിന്നത്തേക്ക് ബാക്കി വെച്ചിരിക്കുകയാണ്. ഒരുപാട് സസ്പെൻസ് ഉണ്ട് ഈ ഒരു ടാസ്കിനകത്ത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ വോയിസ് മാറിയത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഒരു പഞ്ച് വരുന്നില്ല ശബ്ദത്തിൽ. അത് മാത്രമല്ല സംസാരിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവുന്നുണ്ട്. പണികൾ അടിപൊളിയാകുന്നുണ്ട്. അത് അത്ര ക്രൂരമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത്രയൊക്കെ വേണം. പിന്നെ മത്സരാർത്ഥികളൊക്കെ ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആകേണ്ടത് ബിൻസിയും നെവിനുമാണ്. കുറച്ചും കൂടി വരണം. പിന്നെ മുൻഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മുൻഷി ഒട്ടും തന്നെ കളിക്കുന്നില്ല. മുൻഷി മാത്രമല്ല, എനിക്ക് ഒനീലിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒനീലിൻ്റെ ഗെയിം പോരാ. ഒനീൽ കുറച്ചും കൂടെ ഒന്ന് സൂപ്പർ ആകണം. പിന്നെ റെന മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റെനയ്ക്ക് പറ്റുന്ന ഒരു കോണ്ടന്റ് റെനയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. റെന കാത്തിരിക്കുകയാണ്. റെനയും ഷൈത്യയും നെവിനും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഔട്ട്സൈഡ് അടിപൊളി പേഴ്സൺ ആണ്. അപ്പോൾ അവർക്കൊക്കെ അടിപൊളി ഇൻ ദ സെൻസ് അവർക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നല്ല കഴിവുള്ളവരാണ്. പിന്നെ അഭിയുടെ കേസിൽ പറയുകയാണെങ്കിലും അഭിയും ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നേ ഉള്ളൂ. അഭിക്കൊന്നും ഓൺ കോണ്ടന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഏകദേശം. നമുക്ക് ചില വിഷയങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അപ്പാനി ശരത്ത് ശരിക്കും അനുമോളും അപ്പാനി ശരത്തും തമ്മിലുള്ളൊരു ടോക്കാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉടനീളം എല്ലാവർക്കും അതൊരു ടോക്കായി മാറിയത്. അതായത് ഗ്രൂപ്പിസം. വിക്ടിം കാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിന്ന് രേണുസുതിയെ പറയേണ്ടി വരും മിക്കവാറും. കാരണം ഇന്നൊരു വിക്ടിം കാർഡ് എടുത്തിട്ടുണ്ട് ആള്, അതിൻ്റെതായ റീസൺസും ഉണ്ട്. പക്ഷേ അപ്പാനി ശരത്തിൻ്റെ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിസമാണ്. അവിടെ അക്ബറിനെയും ആര്യനെയും ഒക്കെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് അപ്പാനി ശരത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അതായത് പ്രൊവോക്ക് ചെയ്ത് നിങ്ങളൊരു ഗ്രൂപ്പിസമാണ് കളിക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക എന്ന് അനുമോൾ മുഖത്തടിച്ച് പറയുന്നുണ്ട്. അത് അനുമോളിൻ്റെ ഒരു ബിഗ് കറേജ് ആണ്.
അനുമോള് സ്ട്രോങ് ആണ്, അടിപൊളിയാണ്, തമാശയ്ക്ക് തമാശയുണ്ട്, അതുപോലെ തന്നെ ദേഷ്യം വരുമ്പോൾ അതിനനുസരിച്ച് സംസാരിക്കുന്നുണ്ട്. ആൾക്ക് ജെനുവിൻ ആയിട്ട് വിഷമം വന്നപ്പോൾ കരയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരോടും, അതായത് ഇപ്പം ഈ രേണു സുധിയോടൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കേണ്ട ഒരു ആളാണ് എന്നെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത ഒരാളാണ് അനുമോള്. അനുമോളും ഷാരികയൊക്കെ രേണു സുധിയെ ടാർഗറ്റ് ചെയ്യും എന്നൊക്കെ രീതിയിലാണ്. പക്ഷെ അവർക്ക് എന്ത് ഫ്രണ്ട്ലിയാണ്. പക്ഷേ അനുമോള് വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങേയറ്റം അഗ്രസീവായിട്ട്, ഈവൻ നമ്മുടെ ജിസേൽ പോലും റൗഡി എന്നാണ് അപ്പാനി ശരത്തിനെ വിളിച്ചത്. ആ അപ്പാനി ശരത്തിനെയാണ് അനുമോള് പോയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് കളിക്കുക, നിങ്ങളൊരു നിലപാട് കാണിക്കുക എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും അത് ലൈവിൽ കണ്ടെങ്കിൽ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ലൈവ് കാണുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരു 9 to 6 കോർപ്പറേറ്റ് തൊഴിലാളി ആയതുകൊണ്ട് എനിക്ക് ലൈവ് കണ്ടിട്ട് അങ്ങനെ അപ് ടു ഡേറ്റ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. ബട്ട് ഞാൻ ലൈവ് ഇങ്ങനെ പറ്റുന്ന കണക്ക് കണ്ടിട്ട് എനിക്ക് ഈ ഒരു തീം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്നെനിക്ക് തോന്നുന്ന തരത്തിലുണ്ട്. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്തത് സെപ്റ്റിക് ടാങ്കിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെയായിരുന്നു. അതിൻ്റെ പേരിൽ വിക്ടിം കാർഡ് എടുക്കുന്ന രേണുവിനെ ആ ഒരു കാർഡിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് രേണു ഗെയിം കളിക്കണം. അവിടെ പോലും രേണു ആദ്യം പോയി അക്ബറിനോട് സംസാരിക്കുന്നതായിരുന്നു നല്ലത്. നേരെ മറിച്ച് രേണു അവിടെ ചെയ്തത് എന്താ, നൂറയെടുത്ത് പോയിട്ട് ഞാൻ കരയത്തില്ല, ഞാനൊരു അമ്മയാണ്, വിധവയാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു സ്ത്രീകളെയും അമ്മമാരെയും ഒക്കെ അഭിസംബോധന ചെയ്താണ് ഈ വീട്ടിൽ വന്നത്. അപ്പോൾ പുറത്ത് എൻ്റെ നാട്ടുകാർ ഒരു 10% എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, അവരെന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇത് ഇൻഡയറക്ട്ലി രേണു ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ അവിടെയാണ് രേണു തോറ്റുപോയത്. അപ്പോൾ രേണു അവിടെ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണ്, ഓക്കെ നാട്ടുകാർ രേണുവിനെ സപ്പോർട്ട് ചെയ്യണം, എന്നെക്കൊണ്ട് ഇതിനകത്ത് കരയാനൊന്നും വയ്യ, എന്നെക്കൊണ്ട് ഇവിടെ ഗെയിം കളിക്കാൻ വയ്യ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ രേണുവിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. പിന്നെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, പകരം ഒരു സാധാരണ ഒരു സ്ത്രീ. പിന്നെ ബിഗ് ബോസിൽ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമൊന്നും രേണുവിന് കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. രേണു ഒരുപാട് വർക്കിൻ്റെയൊക്കെ പിറകിലായിരുന്നു. ഇവിടെ വന്നപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോഴും രേണു ശരിക്കും പറഞ്ഞാൽ രേണുവിന് 4 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ എണ്ണി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ രേണു ഇപ്പോഴും ബിഗ് ബോസിൽ വന്നു എന്നത് അങ്ങോട്ട് റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല എന്നെനിക്ക് തോന്നി. ഏതായാലും ഗേൾസിൽ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അനുമോളിനെ തന്നെയാണ്. അനുമോൾ സംസാരിക്കേണ്ടിടത്ത് നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ശൈത്യ ആയാലും ബിൻസി ആയാലും ഒക്കെ സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്കിനി ടാസ്കിലേക്ക് വരാം. ബിഗ് ബോസ് ഇതുവരെ കൊടുത്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു ടാസ്ക് ആയിരുന്നു. അതിൽ ആര്യൻ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ദിവസം പെട്ടുപോയത് ആര്യനാണ്. ആര്യന് ഇന്നത്തെ ദിവസം മുഴുവൻ നെഗറ്റീവായിരുന്നു. ഫസ്റ്റ് തന്നെ ആര്യൻ്റെ ആ ഒരു ബാഡ്ജില്ലേ, അത് നമ്മുടെ നെവിൻ എടുത്ത് മോഷ്ടിച്ച് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അത് നെവിൻ്റെ ഗെയിം. അത് നമുക്ക് ഓക്കെ ബിഗ് ബോസ് വീട്ടിൽ മോഷണം നടന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അത്തരത്തിൽ എടുത്തു മാറ്റുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് അതിൻ്റെ ഗെയിം എന്ന് പറയുന്നത്. അങ്ങനെ ആര്യൻ അതിൻ്റെ ബുദ്ധിമുട്ടിൽ വിഷമിച്ചിരിക്കുമ്പോൾ ടാസ്ക് നടക്കുന്നു. ടാസ്കിനകത്ത് അക്ബർ ആ ഒരു ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൊടുക്കുന്നത് ആര്യനെയാണ്. പക്ഷേ ആര്യന് ആ ഗോൾഡ് കറക്റ്റ് പോയി എടുത്തു. അൺഫോർച്ചുനേറ്റ്ലി അത് തറയിൽ വീഴുന്നു. ആ തറയിൽ വീണ ആ ഒരു ഞൊടിയിട കൊണ്ട് ഷാനവാസ് പാഞ്ഞു വന്ന്, ഷാനവാസ് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല, പാഞ്ഞു വന്ന് ആ ഗോൾഡ് എടുത്തിട്ട് വളരെ കൂളായിട്ട് എനിക്കത് കിട്ടി, ഇതിപ്പോൾ എൻ്റെ കയ്യിലാണ്, ഇനി ബിഗ് ബോസ് തീരുമാനിക്കട്ടെ. ഭയങ്കര ഭയങ്കര അടിപൊളിയായിട്ടാണ് ഷാനവാസ് ആ ഗെയിം കളിച്ചതും. അതുപോലെ തന്നെ ഷാനവാസ്, എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഷാനവാസ് എന്ന് പറയുന്നൊരു ഗെയിമർ ഈ പറയുന്ന അക്ബറിൻ്റെ അടുത്തുനിന്നും അപ്പാനി ശരത്തിൻ്റെ അടുത്തുനിന്നും അതുപോലെ ആര്യൻ്റെ അടുത്തുനിന്നും ഒന്നും അടുത്ത് പോകാതെ എല്ലായിടത്തുനിന്നും വിട്ടു നിന്ന് കളിക്കുകയാണ്. സോ ഈ സീസണിൽ മിക്കവാറും ഒരു രാജാവാകാനുള്ള ഒരു കെൽപ്പ് ഞാൻ ഷാനവാസിൽ കാണുന്നുണ്ട്. അതായത് നമ്മുടെ അനീഷ് കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട ഗെയിം കളിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഷാനവാസാണ് വിൻ ചെയ്യാൻ ഒരു എബിലിറ്റി ഞാൻ കാണുന്നത്. അറിയില്ല, ഇനി നമുക്ക് വൈൽഡ് കാർഡൊക്കെ വരേണ്ട സമയം വരും. ചിലപ്പോഴൊക്കെ വൈൽഡ് കാർഡ് വരുമ്പോഴാണ് ഈ പറയുന്ന ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളും വൈൽഡ് കാർഡ് വരുന്നവരും തമ്മിലായിരിക്കും ഏറ്റവും കൂടുതൽ അടിയുണ്ടാകാൻ പോകുന്നത്. കാരണം ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ നല്ല സെറ്റ് ആവാനാണ് സാധ്യത. അപ്പോൾ ആര്യൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആര്യന് രണ്ടാമത്തെ പണി കിട്ടുന്നത് അക്ബറിൻ്റെ കയ്യിൽ നിന്ന്. ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും പണി കിട്ടി, ആ പറയുന്ന ഗോൾഡ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അക്ബറും ആര്യനും ഒന്നിച്ച് നോമിനേഷൻ അവിടെ വരികയാണ്. അവർക്ക് പരസ്പരം തീരുമാനിക്കാമെന്ന് ബിഗ് ബോസ് പറയുന്നു. എൻ്റെ പൊന്നുകിടാവേ, ബിഗ് ബോസ് ആ പറഞ്ഞതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഹൈലൈറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളിൽ തീരുമാനിക്കാൻ, നിങ്ങൾ ആരെയാണ് നോമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. ആര്യൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി നോമിനേഷനിലുണ്ട്, അടുത്ത ആഴ്ച എന്നെയും കൂടെ വീണ്ടും എന്നെ നോമിനേറ്റ് ചെയ്യുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അത് ഇതെന്ന് പറഞ്ഞു.
ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്ലാക്ക് മാർക്കാണ്. ആര്യൻ അത് ശരിക്കും ആര്യൻ്റെ കയ്യിൽ നിന്ന് പോയി. ആര്യൻ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ജെനുവിൻലി അക്ബറിൻ്റെ സ്ഥാനത്താണ് ശരിയുള്ളത്. ഒരു ഗുഡ് പ്ലേ എന്ന് പറഞ്ഞാൽ അക്ബറാണ് സത്യത്തിൽ അവിടെ നോമിനേഷന് വരേണ്ട കാര്യമില്ല. അക്ബർ നന്നായിട്ട് പ്ലേ ചെയ്തു, അക്ബറിനാണ് ഗോൾഡ് കിട്ടിയത്. അക്ബർ വിശ്വാസം കൊണ്ട് ആര്യനെ നോമിനേറ്റ് ചെയ്തു, അതായത് അടുത്ത ഗോൾഡ് എടുക്കാൻ വേണ്ടി ആര്യനെ ഏൽപ്പിച്ചു. ആര്യൻ അത് എടുത്തു, ആര്യൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അത് അക്ബറിൻ്റെ കേസ് അല്ലല്ലോ. അക്ബറാണ് അവിടെ ബെസ്റ്റായിട്ട് കളിച്ചത്. അക്ബർ നോമിനേഷനിൽ വരേണ്ടതില്ലായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം അക്ബർ ആണെങ്കിൽ രാവിലെ തൊട്ട് രാത്രി ഉറങ്ങുന്നിടം വരെയും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെ നന്നായിട്ട് സ്ട്രാറ്റജി എടുത്ത് കളിക്കാം എന്നും ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. ഉടനെ ഷാനവാസിനെ അടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് അക്ബർ. അപ്പോൾ ഏതായാലും ശരി, ആര്യന് നല്ലൊരു പണി അവിടെയും വന്നു. പിന്നെ അതുപോലെ മുട്ടിലഴഞ്ഞ് ആനയെ പോലെ നടക്കുന്നതും എല്ലാമായിട്ട് വന്നു. പിന്നെ ഈ ബിഗ് ബോസ് സീസണിൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, സ്ത്രീകളെല്ലാം കൂടെ ഭയങ്കര സെറ്റാണ്. എല്ലാവരും ഒറ്റക്കെട്ട്. അതുപോലെ ആണുങ്ങൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടാണ്. പക്ഷെ ആണുങ്ങളിൽ സ്പ്ലിറ്റ് ചെയ്ത് 2-3 ടീമുണ്ട്. അപ്പം ഈ ഒരു സീസൺ എനിക്ക് തോന്നുന്നു തുടക്കം തന്നെ ഈ പറയുന്ന കണക്ക് 2 ചേരിയായിട്ട് തിരിഞ്ഞ് ആണുങ്ങളെല്ലാം ഒരു കൂട്ട്, പെണ്ണുങ്ങളെല്ലാം ഒരു കൂട്ട് എന്നൊരു തോന്നൽ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇന്ന് ഷാരികയാണെങ്കിൽ എല്ലാവരെയും അങ്ങ് ഹോട്ട് സീറ്റിൽ ഇരുത്തുകയാണ്. ഷാരിക ഇവരെല്ലാവരും ഈ ബിഗ് ബോസിന് പുറത്ത് എങ്ങനെയാണോ അതുപോലൊക്കെ ചെന്ന് കിടന്നങ്ങ് കാണിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഇതൊരു ബിഗ് ബോസിലാണ്, ബിഗ് ബോസിൽ മറ്റു കുറച്ച് ഗെയിമൊക്കെ കളിക്കണം, പുറത്തുള്ളവർ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊന്നും ചിന്തിക്കാതെ കുറേ അധികം ആൾക്കാർ അവിടെ വെറുതെ ഇരിപ്പുണ്ട്. ഞാൻ ഈ മുൻഷി രഞ്ജിത്തിനെയും അതുപോലെ ഒനിയൽ സാബുവിനെയൊന്നും ഞാൻ അധികം അങ്ങനെ ഒരു ഗെയിമായിട്ട് അവരെയൊന്നും ഞാൻ കാണുന്നേ ഇല്ല. പിന്നെ ഒനിയൽ സാബു ശരിക്കും പറഞ്ഞാൽ ഇന്ന് അക്ബർ നോമിനേറ്റ് ചെയ്യപ്പെടരുതായിരുന്നു, അക്ബറിന് പകരം ആര്യൻ തന്നെയാണ് അടുത്ത ആഴ്ച വീണ്ടും നോമിനേഷനിൽ പോകേണ്ടത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. അതായത് ബിഗ് ബോസ് സീസൺ 7 ഈ ഇത്ര വലിയ പ്രൊമോയൊക്കെ വന്നിട്ട് വലിയ പണിയൊന്നും ആയില്ല എന്ന് പറയുന്നവരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. കഴിഞ്ഞ സീസണുകളിലൊക്കെ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ബിഗ് ബോസ് സീസൺ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷേ കഴിഞ്ഞ സീസണിലൊക്കെ എല്ലാവരും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസമെങ്കിലും എടുക്കും എല്ലാവരും ഒന്ന് സെറ്റിലാവാൻ. ഈ സീസണിൽ അതുണ്ടായിട്ടില്ല. എല്ലാവരും ഫസ്റ്റ് ഡേ തൊട്ടേ പ്ലേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, വഴക്കടിച്ച് തുടങ്ങിയിട്ടുണ്ട്, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ബിഗ് ബോസ് വലിയ വലിയ ടാസ്കുകളൊന്നും ആദ്യം ഒന്നും എടുത്തിടാറില്ലായിരുന്നു. പകരം ആദ്യം തന്നെ സെന്റിമെന്റൽ ആയിട്ടുള്ള വല്ല സ്റ്റോറി പറച്ചിലോ വല്ല ഡ്രാമയോ അങ്ങനെ എന്തെങ്കിലുമാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ ബിഗ് ബോസ് വന്ന് കയറിയ ഉടനെ എല്ലാവരെയും അറഞ്ചം പുറഞ്ചം പണി കൊടുക്കുകയാണ്. സോ എനിക്ക് ബിഗ് ബോസ് സീസൺ 7 ഇഷ്ടപ്പെട്ടു, മത്സരാർത്ഥികളെ ഇഷ്ടപ്പെട്ടു. പക്ഷെ മത്സരാർത്ഥികളെ സെലക്ട് ചെയ്തപ്പോൾ ഒരു പ്രശ്നം പറ്റിയത്, ഇവിടുത്തെ പല സ്ത്രീജനങ്ങളും പരസ്പരം നന്നായിട്ട് പരിചയമുള്ളവരാണ്. രേണു സുധി, അനുമോള്, ഷാരിക, നൂറ, ആദില, ഇവർക്കെല്ലാവർക്കും ഒരു കോമൺ ഒരു സർക്കിൾ ഉള്ളത് പോലെയാണ്. അവർക്ക് പരസ്പരം പുറത്ത് തന്നെ നല്ലോണം അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കോമൺ ആയിട്ട് സംസാരിക്കാൻ വിഷയങ്ങളുണ്ട്. അവരവിടെ നിന്ന് സംസാരിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ഒരു കാഷ്വൽ ടോക്ക് പോലെയാണ്. അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പുറത്തൊക്കെ ശത്രുക്കളാണെന്ന് നമ്മൾ കരുതിയെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അവർ ഈ പറഞ്ഞ ശത്രുതയൊന്നും അല്ല എടുക്കുന്നത്. അവരെന്തോ ഒരു വീട്ടിൽ താമസിക്കാൻ ചെന്ന ഒരു ഫീലിൽ സംസാരിക്കുന്നുണ്ട്. ഫൈറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെണ്ണുങ്ങൾ അത്രയും ആണുങ്ങളെടുത്തും ആണുങ്ങൾ അത്രയും പെണ്ണുങ്ങളെടുത്തുമാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 അത് എന്താണെങ്കിലും മുമ്പ് പറഞ്ഞ എല്ലാ സീസണുകളെ അപേക്ഷിച്ചും ഇത് സൂപ്പർ ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി വരും സീസണുകളിൽ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും ശരി, നിങ്ങളുടെ അഭിപ്രായം പറയുക. കഴിഞ്ഞ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ രേണു സുധിയുടെ വീഡിയോ, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, അതൊരു PR വർക്കായിട്ട് ചെയ്തതൊന്നുമല്ല. ആ ഒരു വാക്ക് അക്ബർ ഉപയോഗിച്ചത് തെറ്റായിപ്പോയി. പക്ഷേ അതൊരു നല്ല പ്ലേ ആയിട്ട് രേണു സുധി ഉപയോഗിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് തന്നെയാണ് ക്ലിയർ ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അത് കുറച്ച് വലിച്ചു നീട്ടി പറഞ്ഞോ എന്നൊരു സംശയം എനിക്കത് കമൻസ് ഒക്കെ കണ്ടപ്പോൾ തോന്നി. പിന്നെ രേണു സുധിക്ക് പുറത്തെന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്ത് നടക്കുന്ന കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ല. എങ്കിലും പുറത്ത് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തത് രേണു സുധിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ്. അല്ലാതെ ചാനൽ ഷൂട്ട് എടുക്കാൻ പോകുന്നവർ അത് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. കാശ് കൊടുത്ത് ഇൻ്റർവ്യൂ എടുക്കാം എന്ന് പറയുമ്പോൾ അതിന് നിന്ന് കൊടുക്കാതിരിക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സീരിയൽ ഗ്രാൻഡ്മ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.